നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണ. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പര ആചാര്യരൂപ ഹരിനാരായണായ നമ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടാൽ ഉണ്ടായൊരിണ്ടൽബതമിണ്ടാവതല്ല മമ. പണ്ടേ കണക്കേ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയങ്കലിഹ നാരായണായ നമ. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ജ്ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിക. തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമള ആനന്ദമെന്തു ഹരിനാരായണായ നമ. ഹരിനാമ കീർത്തനമിതുര ചെയ്വതിനു ഗുരുവരുളാലേ ദേവകളുമരുൾ ചെയ്ക ഭൂസുരരും. നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവ് ഉര ചെയ്വതിന്നരുക നാരായണായ നമ. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി. ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവതി കർമ്മത്തിനും പരമനാരായണായ നമ. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചുമുത കപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി. ത്വൽഭക്തിവർദ്ധനമുദിക്കേണമെൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമ. നത്താരിമാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലനനന്താതിഹീനന്നപി. ചിത്തത്തിലച്ചുതാ കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസ്സി നാരായണായ നമ. നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണ. ഇപ്പം ഹരിനാമ ഉപനിഷത്ത് എന്താണ്? ഹരിനാമ ഉപനിഷത്താണ്. അപ്പം യഥാർത്ഥ ജ്ഞാനം നമുക്ക് തരുന്ന ഒരു ഉപനിഷത്ത്, അതായത് മലയാളത്തിൽ എഴുതിയ ഒരു ഉപനിഷത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ലോകം മുഴുവൻ പല തരത്തിലുള്ള മതം വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഹിന്ദുമതം, ക്രിസ്ത്യൻ മതം, ഇസ്ലാം, ജൈനമതം, ബുദ്ധമതം, അങ്ങനെ അനവധി മതങ്ങൾ. കൺഫ്യൂഷനിസം ചൈനയിലുണ്ട്, താവോയിസമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യൻ വിഭാഗത്തെ പോലെ തന്നെ ജൂതമതമുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത മതങ്ങൾ ഈ ലോകത്തിലുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ മതം എന്താണ്? മതം എന്താണ്? മതം എന്തിനാണ്? ഇത് മനസ്സിലാക്കുന്ന ആളുകൾ വളരെ കുറവാണ്. എല്ലാവരും മതവിശ്വാസികളായി തീരുകയാണ്. അങ്ങോട്ട് പിന്നെ ബ്ലൈൻഡ്ലി അവരുടെ മതത്തിൽ പറഞ്ഞ കാര്യങ്ങളെ അവർ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഒരു ക്രിസ്ത്യ ആളോട് ചോദിച്ചു എന്താണ് ക്രിസ്തു മതം എന്ന് ചോദിച്ചാൽ അയാൾ ഉടനെ പറയുന്നത് ക്രിസ്തുവിന് ശേഷം ഉണ്ടായ മതമാണ് ക്രിസ്തു മതം. എന്നോ പിന്നെ പറയും മനുഷ്യൻ്റെ പാപം തീർക്കാൻ വേണ്ടി ഭൂമിയിൽ വന്നു ആര്? ക്രിസ്തു. അപ്പോൾ ഈ മനുഷ്യൻ്റെ പാപം തീർക്കാൻ വേണ്ടി അയാൾ എന്തിനാ വരുന്നത്? ഈ പാപം ആരുണ്ടാക്കി? അവനവൻ്റെ ഇപ്പം ഈ തുണി കഴുകുന്നത് നമുക്ക് മനസ്സിലാവും. നമ്മളുടെ തുണി വേറൊരാൾ കഴുകുന്ന പോലെ ഈ മനുഷ്യൻ്റെ പാപം കഴുകാൻ വേറൊരാൾ വരേണ്ട കാര്യമുണ്ടോ? അവനവൻ്റെ പാപം അവനവൻ കഴുകിയാൽ മതി. പിന്നെ രണ്ടാമത് എന്തിനാ അവനവൻ പാപം ചെയ്യുന്നത്?
പാപം ചെയ്തപ്പോഴല്ലേ, പാപം ചെയ്യുന്നോണ്ടല്ലേ പാപം കഴുകാൻ വേറൊരാൾ വരുന്നത്. ഇതുപോലെ നിങ്ങൾ ഇസ്ലാം മത വിശ്വാസികളോട് ചോദിച്ചു എന്താണ് ഇസ്ലാം മതം. അപ്പം മുഹമ്മദ് നബി ശേഷം അദ്ദേഹത്തിൻ്റെ അനന്തരവന്മാരാൽ രൂപപ്പെടുത്തിയ ഈ എന്താ പറയുക, മുഹമ്മദ് നബി ആചരിച്ച കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയാണെന്ന് അദ്ദേഹത്തിൻ്റെ കുറേ ആളുകൾക്ക് തോന്നി. പിന്നീട് അങ്ങനെ മതം മാറ്റം സംഭവിച്ച് ആളുകൾ അങ്ങനെ വിശ്വസിച്ചു. അപ്പം എന്തിനാണ് ഈ മതം, എന്താണ് ഈ മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സത്യത്തിൽ ആഴത്തിൽ പലരും മനസ്സിലാക്കില്ല. ഇപ്പം ഹിന്ദുക്കൾക്ക് എത്ര പേർക്ക് അറിയാം ഹിന്ദു മതത്തെക്കുറിച്ച്? നമ്മൾ ഹിന്ദുവായി ജനിച്ചു, ഹിന്ദുമതം അതിനുശേഷം പറയുന്ന രീതിയിലുള്ള കുറേ അമ്പലത്തിൽ, പ്രധാനമായിട്ട് ഹിന്ദു എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ മാത്രം ഒതുങ്ങിയ ഒരു ജന്തുവാണ്. തൊഴുതു പോവുക, വഴിപാട് ചെയ്യുക, അതിലപ്പുറം ഇല്ല. പിന്നെയും ഇസ്ലാം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും പെട്ടവർക്ക് ചില പള്ളിയിലും എന്താ പറയുക പ്രാർത്ഥനകളും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് അതൊന്നും നമുക്ക് ഇല്ല. കുറേയും കൂടി സ്വാതന്ത്ര്യമുള്ള ഒരു മതം ഹിന്ദുമതമാണ്. ഇപ്പം ഇവിടെയാണ് ഈ മതം എന്താണ്. മതം എന്ന വാക്ക് തന്നെ മതി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ മതിയല്ല. മതി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ശാപ്പാട് കഴിക്കുമ്പോൾ പറയണതാണ്. എന്ത്? അല്ലെങ്കിൽ ചീത്ത വിളിക്കുമ്പം പറയണം മതി എന്ന്. മതി എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ എന്നെ ഒന്നും പറയണ്ട, മതി, നിർത്തിക്കോളൂ എന്നുള്ളത്. ഇവിടെ മതം എന്ന് പറഞ്ഞാൽ ആ മതിയെക്കുറിച്ചല്ല, ഇവിടെ ബുദ്ധിയെക്കുറിച്ച്. അപ്പം മനുഷ്യന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഫാക്കൽറ്റിയാണ് ചിന്തിക്കാനും അന്വേഷിക്കാനും കണ്ടെത്താനും കഴിവുള്ളൊരു ബുദ്ധി. അപ്പം അവൻ്റെ ബുദ്ധി കൊണ്ട് അവനവൻ്റെ ജീവിതത്തെ വികസിപ്പിക്കുക. അപ്പം വികാസം എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കണം, സയൻസ് പറയുന്നത് ഈ പ്രപഞ്ചം വികസിക്കുന്നു എന്നതാണ്. ഈ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാണ്, ഇവോൾവ് ചെയ്യാണ്. അപ്പം എവല്യൂഷനാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഈ ബുദ്ധി കൊണ്ട് നാം അന്വേഷിക്കേണ്ടത് എന്ത് തരത്തിലുള്ള വികാസമാണ് ഇനി മനുഷ്യന് സാധ്യമാവുക, വേണ്ടത്. അതല്ലേ ശരി? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം എങ്ങനെയാണ് വന്നത്? വികസിച്ച് പരിണാമത്തിലൂടെയാണ് വന്നത്. മനുഷ്യനായത് അമീബയിൽ നിന്നും വികസിച്ചു വന്നതാണ്. അപ്പം ആധുനിക ശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തിലൂടെ മതത്തെ നോക്കുകയാണെങ്കിൽ മതം എന്ന വാക്കിന് എന്തായിരിക്കും അർത്ഥം? എന്തോ വിശ്വസിക്കുക എന്നതായിരിക്കുമോ, അതോ വികാസത്തെ അന്വേഷിച്ച് കണ്ടെത്തി മനസ്സിലാക്കി നമ്മൾ ഇനി എന്താണ് എനിക്ക് വികാസ സാധ്യതകൾ ഉള്ളത്, അതല്ലേ മനുഷ്യന് വേണ്ടത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? അതല്ലേ മനുഷ്യൻ കണ്ടെത്തേണ്ടത്? ഇനി എന്ത് വികാസമാണ് എനിക്ക് സാധ്യമാവുക? അതാരാ അന്വേഷിക്കേണ്ടത്? ബുദ്ധി. അപ്പൊ ബുദ്ധി കൊണ്ട്, അതാണ് മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ആത്മവികാസ അന്വേഷണമാണ് മതം. അതൊരു ആത്മവികാസത്തെക്കുറിച്ച്, അവനവൻ്റെ വികാസത്തെക്കുറിച്ചുള്ളൊരു അന്വേഷണം. അപ്പം അങ്ങനെ അന്വേഷിക്കണമെങ്കിൽ എവിടെ അന്വേഷിക്കും? ആരോടന്വേഷിക്കും? അപ്പം നമ്മൾ ഇവിടെ അന്വേഷിക്കണമെങ്കിൽ അങ്ങനെ വികസിച്ച, കാരണം നമുക്ക് ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും വേണം. കാരണം ഇവിടെ ഒരു നിരീക്ഷണങ്ങളൊക്കെ നടത്തണം. ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷണങ്ങൾ നടത്തിയ പോലെ ഇവിടെയും എന്ത് വേണം? ഒരു പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അങ്ങനെ വികസിച്ച ആളുകളുടെ അടുത്ത് നിന്ന് വികസിക്കാനുള്ള വഴികൾ, പരിവർത്തനത്തിനുള്ള വഴികൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, എങ്ങനെ മനസ്സിലാക്കണം? അത് നമുക്ക് ജീവിതത്തിൽ പ്രായോഗികം ആക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അറിവ് നേടുകയും വേണം. ഇനി അറിവ് നേടിയാൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരമായി ആ വികാസം സാധ്യമാക്കി തീർക്കാൻ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം, പരിശീലിക്കണം. 2 വാക്കുകൾ ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയണ: അറിവ്, അഭ്യാസം. ഇതാണ് മതങ്ങളുടെ അടിത്തറ. എന്താണ്? അറിയുക, അഭ്യസിക്കുക. അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. എന്തിനെക്കുറിച്ച് അറിയണം? ഞാൻ എങ്ങനെയാണ് എന്നെ
വികസിപ്പിക്കേണ്ടത്. അപ്പോൾ എൻ്റെ വികാസത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ അറിവ് എനിക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആ വികാസത്തിന് സാധ്യമാകുന്ന വിധത്തിൽ നിരന്തരം പരിശീലിക്കുക. നിരന്തരമായൊരു പരിശീലനം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അപ്പം എനിക്ക് മനസ്സിലായി ഇനിയും മനുഷ്യന് വികസിക്കാൻ സാധിക്കും. അപ്പം എന്താണ് ഈ വികാസം? നമ്മൾ നോക്കുമ്പോൾ ശാരീരിക തലത്തിലായിരിക്കുമോ വികാസം, അതോ മാനസിക തലത്തിലായിരിക്കുമോ? ശാരീരിക തലത്തിൽ പ്രകൃതി തന്നെ നമ്മളെ വികസിപ്പിക്കുന്നുണ്ട്. നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട. ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ രൂപാന്തരണം നിങ്ങൾ അറിയുന്ന പോലുമില്ല എന്താണ് രൂപാന്തരം സംഭവിക്കുന്നത്. ഇപ്പം ജനിച്ചു വന്ന കുട്ടി അമ്മയുടെ മുലപ്പാല് കഴിക്കുന്നു, പിന്നെ അമ്മ കൊടുക്കുന്ന ആഹാരം കഴിക്കുന്നു. അത് കഴിയുമ്പോൾ തന്നെ അമ്മ അറിയാതെ കുട്ടി വളരുന്നുണ്ട്. അമ്മ വല്ലതും ചെയ്യുന്നുണ്ടോ? ഡെയിലി പാല് കൊടുക്കുമ്പോൾ അമ്മ മോനെ വളരെ 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 എന്ന് പറയുന്നുണ്ടോ? ഇല്ല. കുട്ടി വളരുകയാണ്. പിന്നെ അതിന് ഭക്ഷണമൊക്കെ കൊടുത്ത്, പിന്നെ ഇപ്പോഴത്തെ അമ്മമാരാണെങ്കിൽ ഇല്ല ഉള്ള ഹോർലിക്സും ഫാരക്സും ബൂസ്റ്റും അതും ഇതൊക്കെ കൊടുത്ത് കുട്ടി വളരുന്നതിൻ്റെ ഷേപ്പ് മാറിപ്പോണു മാത്രം. പണ്ടുള്ള കുട്ടികൾ നോർമലി വളരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ എവിടെ എന്താ പ്രത്യേകിച്ച് ആ സ്നഗ്ഗി ഗിഗ്ഗിയൊക്കെ കെട്ടിക്കഴിഞ്ഞാലല്ലോ, ഇപ്പം അതൊക്കെ കെട്ടിയിട്ടാണല്ലോ കുട്ടികൾ വരുന്നത്. അത് കുറേ കഴിഞ്ഞാൽ ഈ താറാവ് നടക്കുന്ന പോലെ നടക്കുക. കാരണം അതിനൊന്നും കാലിനൊരു ഷെയ്പ്പാവാതെ പാവം തന്നെ അതിൻ്റെ നടത്തം കണ്ടില്ല ഇപ്പോഴത്തെ കുട്ടികളുടെ. പണ്ടൊക്കെ അമ്മമാർ നല്ലവണ്ണം കാലൊക്കെ തേച്ചും ഷെയ്പ്പാക്കി ഒക്കെ വളർത്തിയിരുന്നു. ഇപ്പോൾ ഒക്കെ പോയി, ആ കാലഘട്ടം പോയി. അപ്പോൾ ഇപ്പം തിരിച്ചു വരുന്നുണ്ട്. കുറേ പേർക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പഴയ കാലഘട്ടം വന്നിട്ടില്ലെങ്കിൽ കുട്ടികൾ ജന്മാന്തരം രോഗികളായി മാറും. ഇന്നത്തെ പെൺകുട്ടികൾക്ക് പാവം ഇതൊക്കെ അറിയാതെ പോയി. ഒന്നാമത് കല്യാണം കഴിഞ്ഞ് വിദേശത്ത് ഭാര്യയും കൊണ്ടുപോയി അവിടെ വെച്ച് പ്രസവിക്കുന്നു. ആ പെൺകുട്ടിക്കാണെങ്കിൽ ഈ പെറ്റതള്ള ഒരു ABCD പറഞ്ഞു കൊടുത്തിട്ടില്ല. അതിനെ ട്യൂഷൻ ക്ലാസ്സിലും വെറും കോളേജിലും സ്കൂളിലൊക്കെ പറഞ്ഞയച്ചു എന്നല്ലാതെ ഒരു കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് അറിയില്ല. അതവിടെ എന്തൊക്കെയോ ഇംഗ്ലീഷ് മരുന്നുകളും കിട്ടാവുന്ന സാധനങ്ങളൊക്കെ കൊടുത്ത് അതിനെ വളർത്തി അവസാനം അതിൻ്റെ ഷേപ്പൊക്കെ കൂടി കൊറ്റിയെ പോലെയായി. അതിന് തന്നെ അറിയില്ല എന്താ ഈ ഷേപ്പ് ഇങ്ങനെയത്. ഈ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. പറഞ്ഞു വരുന്നത് ശരീരത്തിൻ്റെ രൂപാന്തരത്തിന് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ആഹാരം കഴിച്ചാൽ മതി, അത് താനെ വളർന്നോളൂ. ഇപ്പം ഒരു 10, 14, 15 വയസ്സായി ഒരു പെൺകുട്ടിക്ക് പീരീഡ് ആവുന്നു. പിന്നെ ആ കുട്ടിക്ക് എന്താ പറയുക ജീവിതം വിവാഹത്തിലേക്ക് കടക്കുന്നു, ഗർഭിണിയാവുന്നു. ഇതൊന്നും പ്രത്യേകിച്ച് അറിഞ്ഞുകൊണ്ടോ പരിശീലിപ്പിച്ചുകൊണ്ടോ സംഭവിക്കുന്നതാണോ? ആണോ? അല്ല, അത് പ്രകൃത്യാൽ തന്നെ ആവുന്നതാണ്. പിന്നെ അമ്മയാവുന്നു, അങ്ങനെ അത് വളർന്നു പോകും. എന്നാൽ മാനസിക തലത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ തലത്തിൽ മനസ്സെന്ന് പറയുന്നത് മുഴുവൻ ചിന്തകളാണ്. ആ ചിന്തകളിൽ തന്നെ നമുക്കറിയാം ചില ചിന്തകൾ നമുക്ക് സന്തോഷവും പ്രചോദനവും ഊർജവും തരുന്നു. ചില ചിന്തകൾ നമുക്ക് നിരാശയും ദുഃഖവും അസ്വസ്ഥതയും തരുന്നു. ഇന്നത് മോഡേൺ സൈക്കോളജി സമ്മതിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നും സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്നും പല കോംപ്ലക്സുകൾ ഉള്ളതുകൊണ്ട് മനുഷ്യന് അവൻ്റെ ചിന്താഗതികൾ ദുർബലമായി കഴിഞ്ഞാൽ അവൻ വികസിക്കുന്നതിന് പകരം മുരടിക്കും. നമുക്കിപ്പോൾ വീടുകളിൽ തന്നെ കാണാൻ സാധിക്കും. ആലസ്യമുള്ളവൻ വികസിക്കുകയല്ല, എന്നും മനസ്സിൽ പ്രക്ഷുബ്ധതയും അസ്വസ്ഥതയും വിഷമവും ദുഃഖവുമുള്ളവൻ വികസിക്കുകയാണോ? അപ്പം നമ്മളൊരു മാനസിക വികാസം എന്ന് പറയുന്നത് സന്തോഷം, ഊർജം, ഉത്സാഹം, ഉന്മേഷം ഇങ്ങനെയൊക്കെ ഉള്ളവരെയാണ് നമ്മൾ പൊതുവെ ഒരു മാനസികമായ വികാസം ഉള്ളവരായി കണക്കാക്കിയത്. ആണോ അല്ലയോ? പറയൂ. ഇപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളിതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഒരാൾ അലസനായിട്ടിരിക്കുകയാണ്. ഈ അലസനെ നമ്മൾ ഒരിക്കലും ഒരു വികാസമുള്ളവൻ്റെ കൂട്ടത്തിൽ പെടുത്തുമോ? നീ നന്നാവില്ലടാ പറയാ, അല്ലെ? എങ്ങനെയല്ലേ പറയാ? എപ്പോഴും മനസ്സിൽ നെഗറ്റീവ്. ഞാനിത് ചെയ്താൽ ശരിയാവില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്കത് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല, എനിക്കിത് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ചെയ്യാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ നമ്മളൊരു വികാസമുള്ള കൂട്ടത്തിൽ പെടുത്തുമോ? കാരണം അവരുടെ മനസ്സെപ്പോഴും നീ നെഗറ്റീവാണ് ചിന്തിക്കുന്നത്, നീ എപ്പോഴും ദുർബലനാണ്, നിനക്കൊന്നിനും ഒരു ധൈര്യമില്ല. അപ്പം അവരൊന്നും വികസിക്കുന്നല്ല, അവരൊക്കെ
മാനസികമായി ചുരുങ്ങുകയാണ്. അപ്പോൾ എന്താണ് വികാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യനെ സങ്കോചിപ്പിക്കുന്ന ചിന്തകളിൽ നിന്നും അവനെ വികസിപ്പിക്കണം. അപ്പോൾ ഒരു മനുഷ്യന് വേണ്ടുന്ന ഉത്സാഹം, ഊർജം, ഉണർവ്, ഉന്മേഷം, അല്ലേ? പറയൂ, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ മനസ്സിന് കണ്ടെത്താൻ സാധിക്കുക? അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പം അതിന് നമ്മളെ പരിശീലിപ്പിക്കുവാൻ, വികസിപ്പിക്കുവാൻ സാധിക്കുന്നതായിരിക്കണം മതം. മതത്തിൻ്റെ ലക്ഷ്യം വികാസമാണ്. അപ്പം നോക്കൂ, മതം എന്ന വാക്കിന് ആദ്യത്തെ അർത്ഥം എന്താണ്? മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി. എന്തിനാ നമുക്ക് ബുദ്ധി തന്നത്? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എഴുതി വെക്കണം അത്, എന്നാൽ പിന്നെ മറക്കില്ലേ നിങ്ങൾ. എന്തിനാ മതം? ആത്മവികാസത്തിനാണ്. എന്തിനാണ് ആത്മവികാസം എന്ന് പറഞ്ഞാൽ? അവനവനെ തന്നെ വികസിപ്പിക്കുക. അതിൽ തന്നെ നമ്മൾ കണ്ടു, ശരീരത്തെ വികസിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം അത് പ്രകൃതിയാൽ തന്നെ വികസിക്കും, അതിൻ്റെ രീതിയിൽ അത് വളർന്നു. അപ്പം ഇവിടെ വികസിപ്പിക്കേണ്ടത് ആരെയാണ്? എന്തിനെയാണ് വികസിപ്പിക്കേണ്ടത്? നമ്മൾ നോക്കുകയാണെങ്കിൽ വികസിപ്പിക്കേണ്ടത് നമ്മുടെ ആത്മാവിനെയാണോ? ഏതിനെ വികസിപ്പിക്കേണ്ടത്? നമ്മുടെ മനസ്സിനെ തന്നെയാണ്. അപ്പം മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ചിന്തകളാണ്. ഈ ചിന്തകളിൽ ആലസ്യ ചിന്തകളുണ്ട്. ഈ ചിന്തകളിൽ നമ്മളെ ദുർബലമാക്കുന്ന അസ്വസ്ഥ ചിന്തകളുണ്ട്. അപ്പം മതി എന്ന വാക്കിൻ്റെ ഉള്ളിൽ വേറൊരർത്ഥമുണ്ട്. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി. മറ്റൊരു ശബ്ദം മതി എന്നതിന് മനസ്സ് എന്നൊരർത്ഥം. അപ്പം ഇവിടെ ബുദ്ധി എന്തിനാ തന്നിരിക്കുന്നത്? മനസ്സിനെ വികസിപ്പിക്കാനാണ് തന്നിരിക്കുന്നത്. എന്തിനാണ്? മനസ്സിനെ, അവനവൻ്റെ മനസ്സിനെ വികസിപ്പിക്കുവാനാണ് ഇത് തന്നത്, ഈ മതം തന്നിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് മനസ്സിനെ വികസിപ്പിക്കേണ്ടത്? ഏത് രീതിയിലാണ് നമ്മളിതിനെ വികസിപ്പിക്കേണ്ടത്? അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം മതവും ഒരു സയൻസാണ് ഹിന്ദുക്കളെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഹിന്ദു മതത്തിൽ ശാസ്ത്രം എന്നൊരു വാക്ക് നമുക്ക് ഗീതയിലും ഭാഗവത്തിലും കാണാം. ഗീതയിൽ 15-ാം അധ്യായത്തിൽ ഒടുവിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, ഇതി ഗുഹ്യതമം ശാസ്ത്രം എന്ന് പറയുന്നുണ്ട്. ഭാഗവതത്തിൽ 11-ാം സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്, ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രീയെന്ന്. ഭാഗവത ശാസ്ത്രത്തിൽ ശ്രദ്ധ വേണം. മാഹാത്മ്യം തുടങ്ങുമ്പോഴും 11-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഇത് ഈ ഭാഗവതം എന്ന് പറയുന്നത് ശുഗശാസ്ത്രമാണത്. ഈ ഭാഗവതം ശുഗശാസ്ത്രമാണ്, ശുഗൻ തന്നിരിക്കുന്നൊരു ശാസ്ത്രമാണ്. അപ്പോൾ ഇതൊരു ശാസ്ത്രമാണെങ്കിൽ മനസ്സിനെ വികസിപ്പിക്കുന്ന ശാസ്ത്രമാണ് മതം. ശരിക്കു പറഞ്ഞാൽ മതം അതാണ്. മനസ്സിനെ വികസിപ്പിക്കാൻ നമ്മളെ പരിശീലിപ്പിക്കുന്ന ശാസ്ത്രമാണ് ഇത്, മതം. അപ്പോൾ മനസ്സിനെ വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളെ സംബന്ധിച്ച് ഇനി പ്രശ്നങ്ങൾ. എന്താണ് മനസ്സിനെ വികസിപ്പിക്കുക? എന്താണ് മനസ്സിനെ സങ്കോചിപ്പിച്ചത്? അപ്പോഴല്ലേ നമുക്ക് വികാസത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ കുറേയും കൂടിയും താഴെ തട്ടിലേക്ക് വരണം. ഈ മനസ്സെന്ന് പറയുന്നതിന് 3 ഗുണങ്ങളുടെ സ്വാധീനമുണ്ട്. അല്ലെങ്കിൽ മനസ്സ് 3 ഗുണത്താൽ നിർമ്മിതമാണ്. അപ്പം ഗുണങ്ങളെക്കുറിച്ച് പഠിക്കണം. ഈ ഗുണങ്ങളുടെ പേരാണ് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പം അതിൽ തമോ ഗുണം എന്ന് പറയുന്നത് തമസ്. തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ട്. മനസ്സിനെ ബാധിക്കുന്ന ഇരുട്ടാണ് ഏത്? തമോ ഗുണം, ആലസ്യം. അപ്പം നമുക്ക് പൊതുവേ അലസമായൊരു വ്യക്തി ഉണ്ടെങ്കിൽ, എപ്പോഴും ഈ ഉറക്കം തൂങ്ങിയിട്ടുള്ള വ്യക്തി ഉണ്ടെങ്കിൽ, എപ്പോഴും ഒരു ദുർബലനായ വ്യക്തി ഉണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ മനസ്സിനെ സ്വാധീനിച്ചിരിക്കുന്നത് തമോ ഗുണമാണ്. ഒരു ഉത്സാഹമില്ലാത്ത ജീവിതം നയിക്കുന്നവരൊക്കെ തമോ ഗുണത്തിലാണ്. അപ്പം നമ്മൾ പ്രായമാകും തോറും നമ്മളെ കൂടുതൽ കൂടുതൽ ഏത് പിടികൂടും? തമോ ഗുണം പിടികൂടും. കാരണം ഈ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ, ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിനെ കൂടുതൽ കൂടുതൽ ദുർബലമാക്കും. അപ്പം മനസ്സിലാക്കിക്കൊള്ളണം, മനസ്സിൽ ആലസ്യമുണ്ടോ അവശതയുണ്ടോ നമ്മൾ
തമോ ഗുണത്താൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന്. രണ്ട്, മനസ്സെപ്പോഴും ചിന്തകളാൽ നിറഞ്ഞ് എപ്പോഴും ഓരോരോ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അസ്വസ്ഥമാണ്. ഈ അസ്വസ്ഥത ഉള്ളിൽ സൃഷ്ടിക്കുന്നത് മുഴുവൻ രജോ ഗുണമാണ്. അപ്പോൾ രജോ ഗുണം അസ്വസ്ഥമാക്കും, തമോ ഗുണം ആലസ്യമാക്കും. ഇത് എന്തിനാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സ്വയം അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മനസ്സ് ഏത് ഗുണത്തിലാണ് സ്വാധീനിച്ചിരിക്കുന്നത് എന്ന് ആർക്ക് കാണണം? അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യും. നമ്മളെന്ത് ചെയ്യും? അലസനായിട്ട് ജീവിച്ചിട്ട് നമ്മൾ വിചാരിക്കും, ഓ അലസത വയ്യാത്തത് കൊണ്ടല്ലേ, പ്രായമായതുകൊണ്ടല്ലേ. പ്രായമായതുകൊണ്ടല്ല അലസത, മനസ്സിനെ ആലസ്യം പിടിച്ചിരിക്കുകയാണ്. അത് നമ്മൾ അറിയയില്ല. അപ്പം എന്തിനാ ഈ തമോ ഗുണം രജോ ഗുണമൊക്കെ മനസ്സിൻ്റെ അറിയണത് നമ്മൾ? കാരണം മനസ്സ് എന്ന് പറയുന്ന സാധനം ചിന്തകളാണ് മുഴുവൻ. ആലസ്യവും ഒരു ചിന്തയാണ്, അസ്വസ്ഥതയും ചിന്തയാണ്. മനുഷ്യന് കിട്ടിയിരിക്കുന്ന അവൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, അവനവൻ്റെ ചിന്തകളെ മാറ്റിയെടുക്കാൻ, വികസിപ്പിച്ചെടുക്കാൻ, പരിവർത്തനം വരുത്തിയെടുക്കാൻ കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പം നോക്കൂ, നമുക്ക് ഇവിടെയാണ് ആത്മീയത ശാസ്ത്രം പ്രയോജനപ്പെടുന്നത്. നമുക്ക് തന്നെ നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിയുമോ? ചോദ്യം. നമുക്ക് കഴിയില്ല എങ്കിൽ ഈ പരിവർത്തനത്തെക്കുറിച്ച് വായിച്ചിട്ടോ പഠിച്ചിട്ടോ പരിശ്രമിച്ചിട്ടോ കാര്യമില്ല. ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ പശുക്കൾക്കും പട്ടികൾക്കും ഭഗവത്ഗീത പഠിപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ പക്ഷികളെ പിടിച്ചിട്ട് സഹസ്രനാമം പഠിപ്പിക്കാത്തത്? പറയൂ. പശുക്കളെ നമ്മൾ അവർക്ക് ചൊല്ലാൻ പറ്റുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കുരങ്ങന്മാർക്ക് ശബ്ദം ഉണ്ടാക്കാൻ പറ്റും. അവരെ പിടിച്ചിട്ട് നമ്മൾ ഭഗവത്ഗീത പഠിപ്പിക്കുമോ? പഠിപ്പിക്കുമോ? എന്തുകൊണ്ട് പഠിപ്പിക്കില്ല? നമ്മൾ അവരെ ഭഗവത്ഗീത പഠിപ്പിച്ചാലും അവർക്ക് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പൂർവികർ പറഞ്ഞത്, നമ്മളത് പഠിച്ചിട്ടും നമുക്കത് പെടുത്താൻ പെടുന്നില്ലെങ്കിൽ മനുഷ്യനും മൃഗവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. കാരണം ഒരു മൃഗം ഭഗവത്ഗീത കേട്ടിട്ട് അതിന് പ്രയോജനമില്ലാത്തതുപോലെയാണ് രണ്ട് കാലിൽ നടക്കുന്നൊരു മൃഗം ഭഗവത്ഗീത കേട്ടിട്ട് അതിന് 4 കാലുണ്ട് നമുക്ക്. അതാണ് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യരൂപേണ മൃഗം ചരന്തി. ശരീരം മനുഷ്യൻ്റെയാണ്, പക്ഷെ സ്വഭാവം മൊത്തം മൃഗത്തിൻ്റെയാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേദം പറഞ്ഞു കൊടുത്തിട്ടോ ഉപനിഷത്ത് പറഞ്ഞു കൊടുത്തിട്ടോ കാര്യമില്ല. അപ്പം അവനവൻ്റെ മനസ്സിനെ പരിവർത്തനം വരുത്താൻ പറ്റുമോ? അതിന് വേറൊരാൾ കഴുകാൻ വേണ്ടിയിട്ട് വരേണ്ട കാര്യമുണ്ടോ? ഈ തുണി അലക്കാൻ വീട്ടിലേക്ക് ആൾ വരുന്ന പോലെ മനുഷ്യൻ്റെ പാപം കഴുകാൻ വേറൊരാൾ വരേണ്ടതുണ്ടോ? അവനവൻ്റെ പാപം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ അർത്ഥം? പാപം മറ്റൊന്നുമല്ല. പാപം എന്ന് പറയുന്നത് ആലസ്യത്തിലും മനസ്സിൻ്റെ അസ്വസ്ഥതയിലും ജീവിക്കുന്നവരെയാണ് മഹാപാപികൾ എന്ന് പറയും. ഇതിനും വലിയ പാപം വേറെ ഇല്ല. അതാണ് പാപമെങ്കിൽ ഈ പാപത്തിൽ നിന്നും മനുഷ്യനെ വികസിപ്പിക്കാൻ പുറമേ ഒരാൾ വരേണ്ട ഒരു കാര്യമില്ല. കാരണം പുറമേ ആൾ വന്നിട്ടും കാര്യമില്ല എന്ന് പറയാൻ എന്താ കാരണം? അമ്മാവ തല്ലണ്ട, ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാവൻ വന്നിട്ടും കാര്യമില്ല. അപ്പം പിന്നെ ആർക്കേ ഇത് നന്നാക്കാൻ പറ്റുള്ളൂ? അവനവൻ്റെ മനസ്സിനെ നേരെയാക്കാൻ സാധിക്കുള്ളൂ. അടിസ്ഥാനപരമായി എല്ലാ മതവിശ്വാസികളും പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ്. മനസ്സിനെ വികസിപ്പിക്കലാണ് മതം. മനസ്സിനെ വികസിപ്പിക്കാൻ അവനവന് മാത്രമേ സാധിക്കുള്ളൂ. ഇതെല്ലാ മതസ്ഥരും പഠിച്ചിരുന്നെങ്കിൽ അന്ധമായ മതവിശ്വാസം അവിടം കൊണ്ട് തീർന്നു. ഈ 2 വാക്കുകൾ നിങ്ങൾ മറക്കരുത്. എന്താ പറഞ്ഞത്? മനസ്സിനെ വികസിപ്പിക്കുവാനാണ് മതം. അവനവൻ്റെ മനസ്സിനെ വികസിപ്പിക്കാൻ അവനവന് മാത്രമേ പറ്റുള്ളൂ. ഇന്ന് ലോകം ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പം നോക്കൂ, നിങ്ങൾ കൊറോണ വൈറസ് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുക.
ഇപ്പം നമ്മളോട് പറയുന്നത് യു കനോട്ട് ഗെറ്റ് റിഡ് ഓഫ് ദാറ്റ്. നമുക്കിങ്ങനെ എന്നും ഇവിടെ ഈ എന്താ പറയുക ലോക്ക്ഡൗൺ ആക്കി ഇരിക്കാൻ പറ്റില്ല. കാരണം രാജ്യത്തിന് പുരോഗതി ഉണ്ടാവണമെങ്കിൽ എക്കണോമി ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ പുറത്തിറങ്ങിയേ പറ്റുള്ളൂ. ഇപ്പം എന്താ പറയണത്? യു പ്രൊട്ടക്റ്റ് യുവർ സെൽഫ് എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ മാസ്ക് ധരിക്കുക, കൈ സാനിറ്റൈസ് ഉപയോഗിക്കുക. കഴിയുന്നതും മറ്റുള്ളവർ പുറമേ ഇറങ്ങി നടക്കുമ്പോഴൊക്കെ അവർ സംസാരിക്കുമ്പോൾ കുറച്ച് അവരുടെ ഉമിനീര് നിങ്ങളുടെ ഉള്ളിലേക്ക് വരാൻ അനുവദിക്കാതിരിക്കുക. പിന്നെ കുറേ ഗാർഗിൾ ചെയ്യുക. അങ്ങനെ അത് ഇതൊക്കെ ചെയ്ത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യല്ലാതെ ഈ രോഗത്തിനെ തടയിടാൻ വേറെ ഒരു വഴിയില്ല. വേറൊരാൾ വന്നതുകൊണ്ട് നന്നാക്കാൻ പറ്റുമോ? അപ്പം അവനവൻ തന്നെയാണ് അവനവനെ കെയർ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ കെയർഫുൾനെസ് ഇല്ലാതെ വരുമ്പോഴാണ് ഇത്തരം അസുഖങ്ങൾ വരുന്നതെന്ന് പറയുമ്പോൾ ഇതിനെ മാറ്റേണ്ടത് ശരിക്കും ആര് തന്നെയാണ്? പ്രതിരോധിക്കേണ്ടത്. മാറ്റുക എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കേണ്ടത് അവനവൻ തന്നെയാണ്. ക്ലിയറാണ്. ഇതുപോലെയാണ് മനസ്സിൻ്റെ പാപമായ ആലസ്യത്തെയും അനാവശ്യമായ അസ്വസ്ഥ ചിന്തകളെയും നമ്മൾ മാറ്റിയെടുക്കണം. അപ്പോൾ ഇത് മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി പറയുന്നത് മാറ്റിയെടുക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? നമ്മുടെ ഋഷിവര്യന്മാർക്ക് മനസ്സിലായി മനുഷ്യന് ഒരു സമചിത്തമായ അവസ്ഥ വികസിപ്പിക്കാൻ പറ്റും. ഏത്? സമചിത്തത. എന്താ ഈ സമചിത്തത? അതായത് ഒരിക്കലും മനുഷ്യന് പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം ഉണ്ടാവാൻ പോകുന്നില്ല.